ഇതിന്ന് വളരെ വ്യാപകമാണ്. ഒരുപാട് സഹോദരങ്ങളാണ് ഇത് നിരന്തരം ഇതേ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അത്രമാത്രം ആളുകൾക്കിടയിൽ ഇത് പ്രചാരം നേടിക്കഴിഞ്ഞു. ഇതിൽ ഒരുപാട് ശരയ്യായ നിലക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ ഈ സ്വർണം അവർക്ക് നൽകി, ഈ സ്വർണം കൊണ്ട് അവർ ബിസിനസ് ചെയ്യാന്ന് വിചാരിക്കാം, അവർ കച്ചവടം ചെയ്യാണ്, അതിലൂടെയാണ് ലാഭം നൽകുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞാൽ ഗുൻമു ബിൽ ഗുർം, ലാഭം എടുക്കുന്നവൻ നഷ്ടവും സഹിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ നൽകുന്ന തുക എന്ന് പറഞ്ഞാലും ഗോൾഡ് എന്ന് പറഞ്ഞാലും വാട്ടെവർ അത് അതേ രൂപത്തിൽ തിരികെ നൽകുന്നുള്ള ഒരു അഷ്വറൻസ് ആദ്യം നൽകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗോൾഡ് അവർക്ക് നൽകുന്നത് ബിസിനസ്സിലേക്കാണോ, ഇത് നമ്മൾ അവർക്ക് വിറ്റതാണോ, കടം കൊടുത്തതാണോ? കടം കൊടുത്തതാണെങ്കിൽ നമുക്ക് മുൻകൂട്ടിയുള്ള ധാരണ പ്രകാരം ഒരു പ്രത്യുപകാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കടം കൊടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയത്തേക്കാണോ നിങ്ങൾ കാലപരിധി പറഞ്ഞത് ആ സമയത്ത് നിങ്ങളുടെ ഗോൾഡ് തിരികെ ചോദിക്കാം, അത് അതേപോലെ അവർ തരും വേണം. പക്ഷെ അതിന് നിങ്ങൾക്ക് മുൻകൂട്ടി ധാരണ പ്രകാരമുള്ള ഒരു പ്രത്യുപകാരവും സ്വീകരിക്കാൻ പറ്റുകയില്ല, അത് പലിശയിനത്ത് വരും. അപ്പോൾ നമ്മൾ കടം കൊടുത്തതല്ല, കാരണം നമ്മുടെ പ്രത്യുപകാരം സ്വീകരിക്കുന്നുണ്ട്. ബിസിനസ്സിലേക്ക് നൽകിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകിൽ ഈ ജ്വല്ലറിയുടെ മൊത്തം ഒരു ഷെയർ നിശ്ചയിക്കുകയും ഈ ജ്വല്ലറിയുടെ ഇപ്പോൾ നിലവിലുള്ള അതിന്റെ മൂല്യം നിശ്ചയിക്കുകയും ഇത്ര വീതം തുക നൽകുന്നവർക്ക് അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഇത്ര പാർട്ണർഷിപ്പ് കൊടുക്കാന്ന് പറയുന്ന ഒരു ബിസിനസ് രീതി, അതും നമുക്ക് ശരിയായിട്ട് നമുക്കൊരു കരാറൊക്കെ വെച്ച് കൃത്യമായ പാർട്ണർഷിപ്പ് കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വരുന്നതാണെങ്കിൽ നമുക്ക് അനുവദനീയം എന്ന് പറയുന്നത്, അതും ഇവിടെ ഇല്ല. പിന്നുള്ളത് എന്താ, ഈ ഗോൾഡിനെ ട്രേഡിങ്ങിന് വേണ്ടി നൽകാം. അതിൽ ഈ ഗോൾഡിന് ഇത്രത്തോളം ഇതിൽ ട്രേഡ് ചെയ്ത് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നുണ്ടോ? ഇനി പ്രോഫിറ്റ് ജനറേറ്റ് ആയില്ലെങ്കിലും ഇവർ ഈ ലാഭം നൽകേണ്ടി വരുന്നില്ലേ? ഇനി ലാഭം നൽകുന്നില്ല എന്ന് വിചാരിക്കാം, നഷ്ടം ഈ നൽകുന്ന വ്യക്തി സഹിക്കേണ്ടി വരുന്നുണ്ടോ? സഹിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശർഈയായ യാതൊരു മാനദണ്ഡവും പാലിക്കാത്ത ഒരു കേവലം ഒരു നാട്ടിൽ ഇങ്ങനെ ആളുകൾ എന്താ പറയുക ക്യാഷ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പൈസ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ചിന്തയിൽ ഉദിച്ച ഒരു സംഗതി മാത്രമാണ് അത്. മതപരമായ അനുവദനീയമല്ല. അത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന സഹോദരങ്ങളുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും ശ്രദ്ധിക്കുക. ഇസ്ലാമികമായി അനുവദനീയമല്ല, നിഷിദ്ധാണെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്താ? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, അനർഹമായ ധനത്തിൽ നിന്നാണ് നമ്മുടെ ഇറച്ചി ഉണ്ടാകുന്നതെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യം നരകമാണെന്നുള്ള ഹദീസാണ്. അപ്പൊ ഇത് പിന്നെ ഇനി നമ്മൾ ഗോൾഡ് അവർക്ക് വിറ്റതാണെന്ന് പറയുകയാണെങ്കിലോ, ആ വിൽക്കുമ്പോൾ അതിന്റെ ഒരു വില നിശ്ചയിച്ചിട്ട് അപ്പോൾ കൈമാറണം ശർഈയ നിയമം. അപ്പൊ ഇതില് പിന്നെ ഇതിന് മറ്റു അപകടങ്ങൾ ഈ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഈ ഗോൾഡ് കിട്ടുമ്പോൾ ഒരു റോളിങ്ങിന് ഒരു ആശ്വാസം കിട്ടി, കുറച്ച് സ്വർണ്ണം അവർക്ക് കിട്ടി, ഇവിടെ ട്രേഡ് ചെയ്യാൻ കച്ചവടം ചെയ്യാനുള്ള ഒരു ആശ്വാസം കിട്ടി. ഇനി ഈ ഗോൾഡിന്റെ മൂല്യം പിന്നീട് വർദ്ധിച്ചു അല്ലെ, ആ മൂല്യം ഇയാൾ എന്ത് ചെയ്യണം? ഈ നൽകിയ വ്യക്തിക്ക് തിരികെ നൽകാൻ അയാൾ ബാധ്യസ്ഥനായി തീരും. അതോടൊപ്പം ഇവിടെ ഈ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കണം. മൂല്യം കുറഞ്ഞാലോ സ്വാഭാവികമായിട്ടും അപ്പോഴും എന്ത് ചെയ്യണം? ഈ നേരത്തെ വാങ്ങിച്ച മൂല്യം എത്രയാണോ ആ മൂല്യപ്രകാരമുള്ളത് തിരിച്ചു കൊടുക്കണം എന്നാണ്, ആ വില പ്രകാരമുള്ളത് തിരിച്ചു കൊടുക്കണം എന്നാണ് മൂല്യം. അതുകൊണ്ടാണ് മൂല്യം കുറയുന്ന അവസ്ഥ ഒരിക്കലും വരില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പൂർണ്ണമായ നഷ്ടം എന്ത് വന്നാലും ഈ കച്ചവടക്കാരൻ സഹിക്കണമെന്നും, അത് അയാൾ തന്നെ ഞാൻ സഹിച്ചോളാം നിങ്ങൾ ഇങ്ങോട്ട് തന്നോളൂ എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അട്രാക്ഷനായി വരുന്നത്. പക്ഷേ അങ്ങനെ ഒരാൾ സ്വയം പറഞ്ഞാലും സ്വയം ഏറ്റെടുത്താലും അത് ശർഈയായ നിലക്ക് നമുക്ക് അങ്ങനെയുള്ള ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അനുവദനീയമാക്കുകയില്ല.